കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇക്കുറി വലിയ പ്രാധാന്യം തന്നെയുണ്ട്. കാരണം അതിന് തൊട്ടു പിന്നാലെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്നത്. ഒരുപക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നിയമസഭയെ ബാധിക്കുമോ എന്നുള്ളതും ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ BJP തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ കർമ്മ പദ്ധതികളുമായി രംഗത്ത് നിൽക്കുന്നു. അപ്പോൾ ഇക്കുറി തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വലിയൊരംഗം തന്നെയായിരിക്കും. വലിയ അംഗം തന്നെയായിരിക്കും. കാരണം കേരളത്തിന് വളരെ പ്രാധാന്യം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സാധാരണഗതിയിൽ BJPക്കാരൊന്നും വലിയ കേന്ദ്ര നേതൃത്വം ഇടപെടാറില്ല. അങ്ങനെയുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഈ ഉപതെരഞ്ഞെടുപ്പ് വന്നാലും ഒരു ഇടപെടാറില്ല. അതിൻ്റെ ശൈലി അതാണ്. പക്ഷേ ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രാധാന്യം എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രി തന്നെ വന്ന് വേണ്ട പാഠങ്ങൾ ഇവിടുത്തെ പ്രഭാർ അതുപോലെ തന്നെ സംസ്ഥാന ഭാരവാഹികൾ തുടങ്ങിയവരുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അദ്ദേഹം സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഈ പ്രാവശ്യം ചെയ്തിട്ട് പോയത് ഒരു ടാർഗറ്റ് നിശ്ചയിച്ച് കൊടുത്തിട്ടുണ്ട്. പാർട്ടിയുടെ രഹസ്യമാണിത്. ആ ടാർഗറ്റ് കൊടുത്തിട്ട് പോയിട്ടുണ്ട്. അത് പ്രകാരം അവർക്ക് കിട്ടാവുന്നത് ഇപ്പോൾ തൃശ്ശൂർ, തിരുവനന്തപുരം എന്നീ കോർപ്പറേഷനുകൾ അങ്ങ് പിടിച്ചെടുക്കുക, BJP ഭരണത്തിലാക്കുക. ടാർഗറ്റ് നമ്പർ 1. രണ്ടാമത്തെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ പാലക്കാടും പന്തളവും BJPയുടെ കൈകളിലാണ്. മുനിസിപ്പൽ കോർപ്പറേഷൻ, അതായത് നഗരസഭ നിലനിർത്തുകയും വേണം. അതുകൂടാതെ ഒരു 15 എണ്ണമാണ് ടാർഗറ്റ് കൊടുത്തിരിക്കുന്നത്. 15 എണ്ണം മുനിസിപ്പാലിറ്റി, 15 എണ്ണം. 2 കോർപ്പറേഷൻ. അദ്ദേഹം ചില്ലറ ടാർഗറ്റ് ഒന്നും അല്ല, നല്ല ടാർഗറ്റ് തന്നെ കൊടുക്കും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് 35 പറഞ്ഞിരുന്നത്, 35. അപ്പോൾ അതിലൊന്നും കുറവുണ്ടാവില്ല പിള്ളേർ. കാരണം അതിന് തക്കപോലെ പണം ഞങ്ങൾ ചെലവഴിക്കുന്നുണ്ട്, അതിന് വല്ല സപ്പോർട്ട് ഞങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് ഉണ്ടാവണം. ഇതാണ് പറയുന്നത്. ഇപ്പോൾ അതിൽ പ്രധാനപ്പെട്ടത് വർക്കല, പിടിക്കാൻ സാധ്യതയുള്ളത് വർക്കലയാണ്. വർക്കല കുറച്ചൊന്ന് ആഞ്ഞ് ശ്രമിച്ചാൽ അവർക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ ഒരു സീറ്റിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അവർക്ക് ഭരണത്തിൽ വരാമായിരുന്നു. ആ ഒരു സീറ്റ് പിടിക്കാൻ BJPക്ക് അത്ര പ്രയാസമുള്ള കാര്യമല്ല. അവർ തൃശ്ശൂരിലെ തന്ത്രം സ്വീകരിച്ചാൽ മതി, കിട്ടാവുന്ന വോട്ടുകൾ. കാരണം ഈ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലല്ല കൊടുങ്ങല്ലൂർ, ചേർന്ന് കിടക്കുക. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, ഈ തൃശ്ശൂർ മണ്ഡലത്തിൽ, ലോക്സഭാ മണ്ഡലത്തിൽ അവർക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ തൊട്ടടുത്ത മണ്ഡലങ്ങളിൽ നിന്ന് കുറച്ച് വോട്ട് നഷ്ടപ്പെട്ടാലും അവർക്കൊരു കുഴപ്പമില്ല. ആ വോട്ടുകളെല്ലാം കൂടെ തൃശ്ശൂരിൽ കൊണ്ടത് ഫോക്കസ് ചെയ്യും. അല്ല, തെരഞ്ഞെടുപ്പ് കുറ്റമൊന്നും അല്ലത്. അങ്ങനെ BJPക്ക് വോട്ട് ചെയ്യാവുന്ന ആൾക്കാരെ സമീപ ജില്ലകളായിട്ടുള്ള K. രാധാകൃഷ്ണൻ മത്സരിച്ച മണ്ഡലമുണ്ടല്ലോ, അതിൻ്റെ പേര് ആലത്തൂര്. അതുപോലെ തന്നെ അവിടെ എന്തായാലും കിട്ടാൻ പോകുന്നില്ല അവർക്ക്. പാലക്കാട്ടു നിന്ന് കൊണ്ടുവരുന്നാലും കുഴപ്പമൊന്നുമില്ല. ആ തെരഞ്ഞെടുപ്പ് കിട്ടില്ല. പാർലമെൻറ്റ് മണ്ഡലം എന്നുള്ള നിലയിൽ പാലക്കാട് അവർക്ക് കിട്ടില്ലല്ലോ. പാർലമെൻറ്റ് മണ്ഡലമായിട്ട് കണക്കാക്കും. ആ പാർലമെൻറ്റ് മണ്ഡലത്തിൽപ്പെട്ട കുറേ ആൾക്കാർ ഓക്കെ. പിന്നെ കൊല്ലത്തു നിന്നും, അത് ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ, കൊല്ലമാണല്ലോ ഇദ്ദേഹത്തിൻ്റെ വീട്, അവിടെ നിന്നും കുറേ വോട്ടർമാരെ അവിടെ കൊണ്ടുവന്ന് ചേർത്തു. ഇത്ര ചെയ്തുള്ളൂ. പരമാവധി സമാഹരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് വലിയ മെച്ചമുണ്ട്. 10,000-ൽ താഴെ വോട്ടുകളെ വരൂ. പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയത് 7,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് കിട്ടിയത്. അപ്പോൾ ഈ വോട്ട് പട്ടികയിൽ പേര് ചേർത്തത് കൊണ്ട് മാത്രമല്ല ഇത് വന്നത്, പക്ഷേ അതും കൂടി ചെയ്തു. കാരണം ടേൺ നോ സ്റ്റോൺസ് അൺടേൺഡ് എന്ന് പറഞ്ഞാൽ ഒരു കല്ലും ബാക്കി വെച്ചില്ല. എല്ലാ കല്ലിനടിയിലും പാമ്പുണ്ടോ എന്നുള്ള പരിശോധന നടന്നു. അത്ര വലിയൊരു ഹോംവർക്ക് അവർ നടത്തിയിട്ടുണ്ട്. ദേ ലെഫ്റ്റ് നോ സ്റ്റോൺസ് അൺടേൺഡ്, എല്ലാ കല്ലും മറിച്ചു നോക്കി എന്നുള്ളതാണ്. ഇപ്പോഴതുപോലെ തലശ്ശേരിയിലെ സ്ഥിതി അറിയാമോ? തലശ്ശേരിയിലെ CPM ഭരിക്കുന്നത് 12 സീറ്റിൻ്റെ ബലത്തിലാണ്. അവിടെ BJPക്ക് 11 സീറ്റ് തലശ്ശേരിയിൽ. ഒരു CPMൻ്റെ ഒരു സീറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ചെങ്കോട്ടയായ തലശ്ശേരിയിൽ നമ്മൾ ഓർക്കണം, CPMൻ്റെ അവരുടേതെന്ന് അവരവകാശപ്പെടുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പില് CPMലെ ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും ജയിക്കുന്ന പ്രചാരണം നടത്തേണ്ട സ്ഥലത്താണ് കയറി പിടിച്ചിരിക്കുന്നത് 11. അത് കണ്ണൂർ ജില്ലയാണെന്ന് ഓർക്കണം. അവിടെയാണ് കയറി പിടിച്ചിരിക്കുന്നത്. കണ്ണൂർ കോട്ട BJP കടന്നാക്രമിച്ചിരിക്കുക. അത് നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കണ്ടു, അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കണ്ടു. അവരുടെ സ്വാധീന ശക്തി എത്രമാത്രമാണെന്ന് CPM അറിഞ്ഞു. ഒന്ന് ഞെട്ടി, കോട്ടകളൊന്ന് വിറച്ചു. ആ വിറയിൽ തലശ്ശേരി കൊണ്ടുവരാനുള്ള ഒരു ആസൂത്രണമുണ്ട്. അത് അവർക്ക് ചെയ്യാവുന്നത്. ക്രമപ്രവർത്തനമായിട്ട് കേരളത്തിൽ വോട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് BJPക്ക് മാത്രമാണ്. വേറെ ചില പാർട്ടികൾ SDP ഒക്കെ ചില അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. കേരളത്തിൽ വന്ന് പാങ്ങോട് വാർഡ് അവരങ്ങ് കൈക്കലാക്കി, ചില അത്ഭുതങ്ങൾ മാത്രമാണ്. പക്ഷെ മിറാക്കിൾ പോലെ. പക്ഷേ ഇതങ്ങനെയല്ല. ക്രമപ്രവർത്തനമായിട്ട് അതിനൊരു പ്ലാനുണ്ട്, ഒരു മെത്തേഡ്. ആ മെത്തേഡിലാണ് BJPയുടെ വളർച്ച.
മറ്റൊരു പാർട്ടിക്കും അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വളർച്ച ഉണ്ടാവുന്നില്ല. ഒറ്റ പാർട്ടിക്കും, UDFനും ഇല്ല, LDFനും ഇല്ല. നിലമ്പൂരിൽ പോലും അത് നിലനിർത്തി എന്നുള്ളതാണ്. ഏതോ ഒരു ആളിനെ BJPയുടെ അറിയപ്പെടുന്ന ഒരു മുഖമല്ല അവിടെ കൊണ്ടുവച്ചതേ ഉള്ളൂ. 200 വോട്ട് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ കൂടുതൽ പിടിച്ചു. അതൊരു വലിയ ക്രെഡിറ്റ് അല്ലെങ്കിലും. പക്ഷേ ഈ പറയുന്ന 15 മുനിസിപ്പാലിറ്റിയും പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പൊ ഈ തലശ്ശേരി, പന്തളം, അല്ലെ വർക്കല പുതുതായിട്ടുള്ളത്, അതൊക്കെ 1-2 സീറ്റുകളുടെ വ്യത്യാസത്തിൽ. എനിക്ക് ഒരു ചോദ്യം ചോദിച്ചു, തൃശ്ശൂർ പിടിച്ചെടുക്കുമെന്ന് സുരേഷ് ഗോപി ജയിക്കുമെന്ന് വിജയനാഥ് വിചാരിച്ചിരുന്നു? ആദ്യഘട്ടത്തിലില്ലായിരുന്നു. ഒരു അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാക്കി. ആ സംശയം എപ്പോഴും ഉണ്ടാവും. പക്ഷെ നമ്മൾ ആരും വിശ്വസിച്ചിരുന്നില്ല സുരേഷ് ഗോപി. ഞാൻ വിശ്വസിച്ചില്ല. ഭൂരിപക്ഷം പ്രതീക്ഷിച്ചില്ല കേട്ടോ. കാരണം BJP ജയിക്കുന്നു എന്ന് വന്നാൽ മറ്റു രണ്ടുപേരും കൂടെ ചേർന്ന് തോൽപ്പിക്കുകയായിരുന്നു. അതാണ് തിരുവനന്തപുരത്ത് ഉണ്ടാക്കിയത്. ഈ ക്ലെയിം എല്ലാവർക്കും വരും. ഇപ്പം നിലമ്പൂരിലെ BJPയുടെ കാൻഡിഡേറ്റ് പറഞ്ഞ് ഞാൻ ജയിക്കും ഉറപ്പാണെന്നൊക്കെ പറഞ്ഞു. അതിൽ കാര്യമില്ല. ക്ലെയിം എല്ലായിടത്തും ഉണ്ടാവും. ക്ലെയിം കേൾക്കുമ്പോൾ അത് ശരിയാണോ നമുക്ക് സംശയം. ആ സംശയമാണ് ഞാൻ പറഞ്ഞത്. ഒരിക്കലും കിട്ടില്ല എന്ന് ഞാൻ വിചാരിച്ചൊരു സീറ്റാണ് സുരേഷ് ഗോപി കിട്ടിയത്. അതുപോലെ അത്ഭുതങ്ങൾ വളരുകയാണ്. മിറാക്കിൾ എന്ന് മാത്രം പറഞ്ഞ് തള്ളാൻ പറ്റില്ല. കാരണം ആ ഒരു മണ്ഡലത്തിൽ ക്രമപ്രവൃത്തമായിട്ട് സുരേഷ് ഗോപിയുടെ ഗ്രാഫ് ഉയർന്നുകൊണ്ടേയിരിക്കുക, താഴോട്ട് സ്ലൈഡ് ചെയ്യുക. അതാണ് ഞാൻ പറഞ്ഞത്, കൺസിസ്റ്റൻറ്റ് ഗ്രോത്താണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു സീറ്റിൻ്റെ കുറവുള്ള തലശ്ശേരിയിൽ ഈ കൺസിസ്റ്റൻറ്റ് ഗ്രോത്ത് പറയുന്നത് മനസ്സിലായി. തുടർന്നാൽ അവർക്ക് പിടിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ആർക്കും തടയാൻ കഴിയില്ല. അങ്ങനെയാണ് സുരേഷ് ഗോപി ആർക്കും തടയാൻ കഴിയാത്ത പോലെ തൃശ്ശൂരിൽ ജയിച്ചത്. ഞെട്ടി. CPM കേന്ദ്രങ്ങളും UDF കേന്ദ്രങ്ങളും അവരാരും പ്രതീക്ഷിച്ചില്ല. ആ റിയാലിറ്റി ഇന്നു വരെ ഉൾക്കൊള്ളാൻ അവർക്ക് പറ്റിയിട്ടില്ല. അതാണ് വാസ്തവം. എന്ന് പറയുന്നത് പോലെ ഈ ഗ്രാഫ് ഇങ്ങനെ ഉയർന്നു പോയാൽ 15 കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ തലശ്ശേരി പിടിക്കാൻ പറ്റും, കൊടുങ്ങല്ലൂർ പിടിക്കാൻ പറ്റും, വർക്കലയും പിടിക്കാൻ പറ്റും, പന്തളം നിലനിർത്താൻ കഴിയും, പാലക്കാടും നിലനിർത്താൻ കഴിയും. അപ്പോൾ എത്രയായി? 3, 2, 5. 15 പോരാ 5. അത് വലിയ ക്രെഡിറ്റാണ്, വലിയ വളർച്ചയാണല്ലോ അത്. മറ്റിടങ്ങളിൽ നേരിയ മാർജിന് തോൽക്കുക. വോട്ട് വിഹിതം നന്നായി വർദ്ധിപ്പിക്കും. അടുത്ത പ്രാവശ്യം വരുമ്പോൾ അത് 15. 1935 തീർച്ചയായിട്ടും അത് 35 എത്തിയിരിക്കും. ഈ റിസൾട്ട് നിയമസഭയിലും കൂടെ മാറി കിട്ടുമോ എന്നുള്ളതാണ്. കിട്ടും. സാധാരണ നമ്മൾ മുമ്പ് പറയാറുണ്ട്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഇത് മൂന്ന് തരത്തിലായിരിക്കും ഫലം വരുന്നത് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇപ്പോൾ അതിനൊക്കെ മാറ്റം വന്നിരിക്കുകയാണ്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇപ്പോൾ ഡൽഹി അവർ പിടിച്ചല്ലോ. ആരുടെ സ്ട്രാറ്റജി അത്? ഡൽഹി പിടിച്ച ആരുടെ സ്ട്രാറ്റജി? അമിത്ഷായുടെ സ്ട്രാറ്റജി തന്നെയാണ് വിജയിച്ചത്. ഡൽഹി സംസ്ഥാനം മാത്രമല്ല, തിരുവനന്തപുരം കോർപ്പറേഷൻ അത്തരത്തിലുള്ളൊരു രീതി ഉപയോഗിക്കുന്നുണ്ട്. കാരണം പാർലമെന്റ് തെരഞ്ഞെടുപ്പില് ഈ പറയുന്ന വാർഡുകളൊക്കെ തന്നെ BJP കടന്നു കയറി നിൽക്കുകയാണ്. അതെ, പാർലമെന്റ് തെരഞ്ഞെടുപ്പില് ഇത് ഈ വരാൻ പോകുന്ന തദ്ദേശത്തിൽ അത് പ്രകടമാകണം എന്നുള്ളതാണ് റിസൾട്ടായിട്ട് മാറ്റം. കാരണം എന്താണ്, ഈ തിരുവനന്തപുരത്ത് നമുക്ക് അറിയാമല്ലോ, തിരുവനന്തപുരത്ത് നമ്മൾ പെരുമാറുന്ന സ്ഥലമാണല്ലോ. അവിടെ വലിയൊരു മാറ്റം വന്നിട്ട് മനസ്സിലില്ല. പണ്ടത്തെ കോൺഗ്രസ്സുകാർ മുഴുവൻ ഇപ്പോൾ BJPക്കാരാണ്. BJP എന്ന് പറയുന്നത് ന്യൂ നോർമാലിറ്റിയാണ് തിരുവനന്തപുരത്ത്. അതാണ് ഒരു സത്യം അല്ലേ? അതെ. നമുക്ക് അവരുടെ ഇടയിൽ ന്യൂ നോർമാലിറ്റി എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് BJP ആണ്. സംശയമൊന്നുമില്ല. നമ്മളിപ്പോൾ പാർക്കുകളിലിരുന്നാലും ചായക്കടകളിലിരുന്നാലും ചർച്ചകൾ, അതിൽ കൂടിയാണ് ഇതിൻ്റെ തൃണമൂല തലത്തിൽ നമ്മളെത്തുന്നത്. അത് നമുക്ക് തീർച്ചയായിട്ടും ഈ രാഷ്ട്രീയ പ്രവർത്തകരുടെ ബൂത്ത് ഏജൻറ്റുമാരെ പോലല്ല. നമ്മൾ നിഷ്പക്ഷമായിട്ട് അത് നോക്കുമ്പോൾ ഇപ്പോൾ BJPക്ക് അനുകൂലമായിട്ടുള്ളൊരു അന്തരീക്ഷവും ആംബിയൻസും ഒരു ഇക്കോസിസ്റ്റവുമാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇനി വേറൊരു ഫാക്ടർ നമ്മൾ ഓർക്കണം. ഇവിടെ പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും വൻതോതിൽ മുസ്ലിം പോപ്പുലേഷൻ്റെ എക്സോഡസ് ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ അവരുടെ ഡെമോഗ്രാഫിക് വളർച്ച സർവ്വവ്യാപിയാണ്. കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും വർദ്ധിച്ചു വരുന്നുണ്ട്. അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് നമ്മൾ അണ്ടർസ്റ്റഡി ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഒരു സംശയത്തിൻ്റെ ആനുകൂല്യം നൽകി ഒരു 5 കോർപ്പറേഷൻ, അതുപോലെ തന്നെ 2 മുനിസിപ്പാലിറ്റി ഞാൻ പറയാം. ആദ്യത്തെ നമ്മൾ പറഞ്ഞ 2 കോർപ്പറേഷൻ, 5 മുനിസിപ്പൽ കോർപ്പറേഷനുകൾ, അതുപോലെ തന്നെ ഇപ്പോൾ 2000 പഞ്ചായത്തുകളാണ് അവർക്ക് കയ്യിലുള്ളത്.
ഈ 2000 എന്നുള്ളത് 10,000 വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് 2000 വാർഡുകൾ, സോറി, 2000 പഞ്ചായത്തുകൾ എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് വാർഡുകൾ, അത് 10,000 ഉയർത്തുക എന്നാണ് പിന്നെ അമിത്ഷാ കൊടുത്തിരിക്കുന്ന ടാർഗറ്റ്. 10,000 ഒന്നും കിട്ടാൻ പോകുന്നില്ല. പക്ഷേ ഈ 2000 എന്നുള്ളത് വർദ്ധിച്ച് 3000 കടന്നൊരു 4000, 3000-നും 5000-നും ഇടയ്ക്ക് ഉള്ളൊരു സ്ഥാനം ഉറപ്പിക്കാൻ കഴിയും. ഞാനീ പറഞ്ഞ ഡെമോഗ്രാഫിക് ഫാക്ടർ, മുസ്ലിങ്ങളുടെ വോട്ട് അവിടെ റിസൾട്ടിനെ ബാധിക്കാതിരുന്നാൽ മാത്രം. ക്രിസ്ത്യാനികളുടെ വോട്ട് കിട്ടുന്നതിനൊന്നും വലിയ പ്രയാസമൊന്നുമില്ല. പക്ഷേ അവരെ അന്ധമായിട്ട് BJPയെ കുറിച്ച് തെറ്റിദ്ധാരണ പുലർത്തുന്നവരാണ് ഇപ്പോഴും കേരളത്തിലെ മുസ്ലിങ്ങളും. അത് പറഞ്ഞ് അവരുടെ ഒരു മസ്തിഷ്ക പ്രക്ഷാളനം നടത്തുന്നതിൽ CPM-ഉം കോൺഗ്രസും ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുണ്ടാക്കുന്ന റിസൾട്ട് മാത്രമേ നമ്മുടെ ഈ കണക്കുകൂട്ടലിനും അന്തിമ റിയലായിട്ടുള്ള ഫലത്തിനിടയിൽ വരുന്നുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.